പോണമെന്ന് ആഗ്രഹമുണ്ടോ? ഞങ്ങളൊക്കെ വിട്ടിട്ട് പോയിട്ട് വാ. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ. ഞങ്ങൾ നീ മറക്കോ? ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. സഹോദരനെ പോലെ ആയിരുന്നു. വിഷമമുണ്ട്. ഹക്കീം എന്തായാലും ഞങ്ങളെ മറക്കത്തില്ല. ഇതാണ് ഹക്കീമിന്റെ ജ്യേഷ്ഠൻ, ഇത് ഹക്കീമിന്റെ സുഹൃത്ത്, ഇത് ഹക്കീമിന്റെ കസിൻ. ഇവർ മൂന്നുപേരുമാണ് ഒഡീഷയിൽ നിന്ന് ഹക്കീമിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇന്ന് ആശ്രയിൽ എത്തിയിട്ടുള്ളത്. ഇതാണ് 2015 ഹക്കീമിനെ കലയപുരം ജോസാർ ഏറ്റെടുക്കുന്ന ദൃശ്യം. അന്നത്തെ ഹക്കീമിന്റെ രൂപവും ഇന്ന് ഹക്കീം വളരെ സുന്ദരനായ ഒരു യുവാവായി മാറിയിട്ടുണ്ട്. 10 വർഷം മുമ്പ് ആശ്രയിലെത്തിയ ഒരു യുവാവാണ് ഇതല്ലേ? അതെ. കണ്ടോ പറയൂ. ഇപ്പൊ സുന്ദര കുട്ടപ്പനായിട്ട് സ്വന്തം നാട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണല്ലേ. എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരാളെ കേരളം ഇരുകൈ നീട്ടി സ്വീകരിച്ചു. അവനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റിയെടുത്ത് തിരിച്ച് അതേ മലയാളക്കര തിരിച്ച് അവന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയച്ചു കൊടുക്കുകയാണ്. ഞങ്ങളെയൊക്കെ വിട്ട് പോവുകയാണോ? ഞങ്ങളെയൊക്കെ ഓർക്കൂ, മറക്കരുത് ഞങ്ങളെ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊട്ടാരക്കരയ്ക്കടുത്ത് കലയപുരം ആശ്രയ സങ്കേതത്തിലാണ്. മാനസിക പ്രശ്നങ്ങളോടെ പൂയപ്പള്ളി പോലീസാണ് നമ്മുടെ കലയപുരം ആശ്രയയിൽ ഹക്കീമിനെ എത്തിച്ചത്. അന്ന് വരുമ്പോൾ ഹക്കീമിന് യാതൊരു ഓർമ്മയില്ല, ഒന്നുമില്ല. അങ്ങനെ ആശ്രയയിലെ ഇവിടുത്തെ ജീവനക്കാരുടെ ഒരു പരിശ്രമം കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു ഹക്കീമിന്റെ സ്ഥലം ഒറീസയാണെന്നും അങ്ങനെ ബന്ധുക്കളെ വിവരം അറിയിച്ച് അവരിവിടെ എത്തി. അപ്പൊ 5 വർഷമായിട്ട് യാതൊരു കുഴപ്പമില്ല, നല്ല സൂപ്പർ മാനായിട്ട് ഇവിടെ നിൽക്കുവാണ്. ആശ്രയരെ എല്ലാമായി നെടുന്തൂണായിട്ട് ഇവിടെ ഉണ്ടല്ലേ. ഇതിൽ ഹക്കീം പോകാൻ വിഷമമുണ്ടോ, സന്തോഷമുണ്ടോ? എന്തായാലും ഇത്രയും നാള് പൊന്നുപോലെ പരിചരിച്ച ആശ്രയോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് ആശ്രയിൽ എത്തിയതാണ് ഹക്കീം. കൊട്ടാരക്കരയ്ക്കടുത്ത് ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ പാറങ്കോട് എന്ന ദേശത്ത് മാനസിക ബുദ്ധിമുട്ടായ അലഞ്ഞു നടക്കുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് പൂയപ്പള്ളി പോലീസിനെ വിവരം അറിയിക്കുകയും പൂയപ്പള്ളി പോലീസ് ഹക്കീമിനെ 2015 ആശ്രയിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ആശ്രയിലെ ചികിത്സയും കൗൺസിലിങ്ങും പരിചരണവും ആ ഒരു സ്നേഹ സാമീപ്യവും കാരണം ഹക്കീം ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായി തൻ്റെ സഹോദരനോടൊപ്പം ഇന്ന് ഒഡീഷയിലേക്ക് പോവുകയാണ്. ഒഡീഷയാണ് ഹക്കീമിൻ്റെ ജന്മദേശം. ഹക്കീം ഒഡീഷയിലേക്ക് പോയി തൻ്റെ കുടുംബക്കാരോടൊപ്പം സന്തോഷകരമായിട്ട് ഇനി ജീവിക്കുന്ന നിമിഷങ്ങളാണ്. ഭാവിയിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ഇടയ്ക്കാണ് ഹക്കീം പറയുന്നത് ഒഡീഷയാണ് തൻ്റെ നാട് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ MSW സ്റ്റാഫുകളും ജോസാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അന്വേഷിച്ചിട്ടാണ് ഹക്കീമിൻ്റെ ജന്മദേശം ഒഡീഷയാണെന്നും ഞങ്ങൾ അങ്ങനെ ഒഡീഷയിൽ ഹക്കീമിൻ്റെ ബ്രദറുമായിട്ട് കോൺടാക്ട് ചെയ്തു, ഒഡീഷ പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഹക്കീമിനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഹക്കീമിൻ്റെ സുഹൃത്ത്, ബ്രദറ്, കസിൻ എല്ലാവരും എത്തിയിട്ടുണ്ട്. സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഹക്കീം പോകുന്നതിലുള്ള ഒരു വിഷമമുണ്ട്. എന്നിരുന്നാൽ തൻ്റെ കുടുംബക്കാരോടൊപ്പം സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ള ഒരു യാത്രയും കൂടെ ആവുമ്പോൾ ഞങ്ങൾക്ക് അതിലും ഒരു സന്തോഷമുണ്ട്. സന്തോഷവും ദുഃഖവും കലർന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇതൊക്കെ ഹക്കീമിന്റെ കൂട്ടുകാരാണല്ലേ? ഇതൊക്കെ ഹക്കീമിന്റെ കൂട്ടുകാരാണ്. ഹക്കീമെ പോകുന്നതിൽ വിഷമമുണ്ടോ? സന്തോഷമാണ്. ഞങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞത് ഹക്കീം പോയാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങ് വരും, ഞാൻ പോയി എൻ്റെ നാടും സ്വന്തക്കാരെയും കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങ് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. കാരണം ഹക്കീമിന്റെ പകുതി ജീവൻ ഇവിടാണ്. ഇവിടെയുള്ള എല്ലാവരുമായിട്ടും ഹക്കീം ഭയങ്കര സൗഹൃദവും സ്നേഹവുമാണ്. വൈകിട്ട് ഇവരുടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട് ഇവിടെ. ഹക്കീമിന് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ആശ്രയ പ്രസ്ഥാനത്തിലേക്ക് ഏത് സമയവും തിരിച്ചു വരാം. ഇതാണ് ഹക്കീമിന്റെ ജ്യേഷ്ഠൻ, ഇത് ഹക്കീമിന്റെ സുഹൃത്ത്, ഇത് ഹക്കീമിന്റെ കസിൻ. ഇവർ മൂന്നുപേരുമാണ് ഒഡീഷയിൽ നിന്ന് ഹക്കീമിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇന്ന് ആശ്രയിൽ എത്തിയിട്ടുള്ളത്. ഇതാണ് 2015 ഹക്കീമിനെ കലയപുരം ജോസാർ ഏറ്റെടുക്കുന്ന ദൃശ്യം. അന്നത്തെ ഹക്കീമിന്റെ രൂപവും ഇന്ന് ഹക്കീം വളരെ സുന്ദരനായ ഒരു യുവാവായി മാറിയിട്ടുണ്ട്. ഹാപ്പിയാണോ? സന്തോഷമല്ലോ. വരുമോ? പോയിട്ട് വരുമോ? വരും. ഹക്കീമിന് മുഖാന്തരം നമുക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും നേരിട്ടിട്ടില്ല. നമുക്കൊരു സഹായിയാവുകയും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യത്തിലും പങ്കെടുക്കുകയും എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ ഹക്കീം. പിന്നെ ഞങ്ങളുടെ ഒരു സഹോദരനെ പോലെ ആയിരുന്നു. സോ വിഷമമുണ്ട് എങ്കിൽ പോലും ഫാമിലിയായിട്ട് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് എന്തായാലും ഫാമിലി ആയിരിക്കുമല്ലോ. എല്ലാ മനുഷ്യരിലും ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കും. സോ അതിലൊരു സന്തോഷമുണ്ട്. ഹക്കീം എന്തായാലും ഞങ്ങൾ മറക്കത്തില്ല. കാരണം ഈ ഒരു സ്ഥാപനം 1000 ആൾക്കാരിൽ വലിയൊരു മനസ്സിന് ഇടം നേടിയ ഒരു വ്യക്തിയാണ് ഹക്കീം. സോ ഓൾ ദ ബെസ്റ്റ്. എന്തായാലും നന്നായിട്ടിരിക്കട്ടെ, സന്തോഷത്തോടെ ഇരിക്കട്ടോ. നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ആളെ കൊണ്ടുണ്ടായിട്ടില്ല. നമുക്കൊരു ബ്രദറിനെ പോലെ തന്നെയായിരുന്നു. എപ്പോഴും നമ്മുടെ കൂടെ വരികയും നമ്മളോട് വന്ന് തിരക്കുകയൊക്കെ, ഫുഡ് കഴിച്ചോന്നൊക്കെ തിരക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ചേട്ടൻ പോകുന്നതിൽ നമുക്ക് സന്തോഷം. സഹോദരനെ പോലെ ആയിരുന്നു. നമ്മുടെ ഒരു കാര്യം അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അദ്ദേഹം കൂടി നമുക്ക് ചെയ്തു തരും. ഞങ്ങളെയൊക്കെ വിട്ട് പോവുകയാണോ? എന്നാ പോവാം. നീ ഇങ്ങോട്ട് വരൂ. ഏതെങ്കിലും കാലം നല്ല രീതിയിൽ വാ. 2-3 വർഷം ശേഷം ഇവിടെ വരാം. ഇവിടെ വരണം, വല്ലപ്പോഴും ഒക്കെ വരണം കേട്ടോ. തീർത്തും ഇവിടെ ഉപേക്ഷിച്ച് പോകരുത് കേട്ടോ. മറക്കരുത് ഞങ്ങളെ. ഈ നിൽക്കുന്ന ആരെയും മറക്കരുത്. ഞങ്ങളെ മാത്രമല്ല, ഈ നിൽക്കുന്ന ആരെയും, ഈ ഓഫീസിലുള്ളവര്, നമ്മളെ ബാക്കിയുള്ള ആരെയും മറക്കരുത്. പുള്ളി നല്ലൊരു വർക്കറാണ്, ഹാർഡ് വർക്കറാണ്. പുള്ളിക്ക് എന്ത് ചെയ്യുന്നതിനും പുള്ളിക്ക് ഒരു മടിയും ഇല്ല. നല്ലൊരു സുഹൃത്താണ് നമ്മളെ വിട്ടു പോകുന്നത്. വിട്ടു പോകുന്നതിന് നമുക്ക് വിഷമമുണ്ട്. പക്ഷെ പോകുന്നത് അവരുടെ ഫാമിലിയുടെ കൂടെ ആയതുകൊണ്ട് നമുക്ക്
അതിൻ്റെതായിട്ടുള്ള സന്തോഷമുണ്ട്. സോ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഹക്കീമിൻ്റെ ഏകദേശം ഒരു 3-4 മണിക്കൂർ മനസ്സിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഒറീസയിലാണെന്നും അവൻ്റെ ഗ്രാമത്തിൻ്റെ വഴിയിൽ തന്നെ അവസാനം എത്തിപ്പെട്ടു. അവന് ആ നഷ്ടപ്പെട്ട 10 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ഒരു ചെറിയ ഓർമ്മ, എൻ്റെ വീടിനടുത്ത് പോകുന്ന വഴി ഒരു വെള്ള ടാങ്ക് ഉണ്ടെന്നും ഒരു BSNL ടവർ ഉണ്ടെന്നൊക്കെ ഉള്ള ചെറിയ ഓർമ്മകൾ ഉണ്ടായിരുന്നു. ആ ഓർമ്മകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി ലൊക്കേഷൻ സ്കെച്ച് കണ്ടെത്തിയത്. അത് കണ്ടെത്തിയപ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷം വന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരാളെ കേരളം ഇരുകൈ നീട്ടി സ്വീകരിച്ചു, സേവനങ്ങളെല്ലാം നൽകി അവനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റിയെടുത്ത് തിരിച്ച് അതേ മലയാളക്കര തിരിച്ച് അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയച്ചു കൊടുക്കുകയാണ്. എന്നാണ് വിളിച്ചറിയിച്ചപ്പോൾ തന്നെ ബ്രദർ ഭയങ്കരമായിട്ട്, കാരണം നഷ്ടപ്പെട്ടു പോയി എന്ന് അവർ കരുതിയിരുന്നു. ചിലപ്പോൾ അവരുടെ നാട്ടിൽ ചിലപ്പോൾ എല്ലാ ചടങ്ങുകളും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം, നമുക്ക് അറിയത്തില്ല. കാരണം പാവപ്പെട്ട കുടുംബങ്ങളിലുള്ളതാണ്. 1 വർഷം 2 വർഷം കാത്തിരുന്ന് കാണാതായപ്പോൾ 10 വർഷമൊക്കെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇതാണല്ലോ. ചടങ്ങുകൾ നടത്തിയിട്ടുണ്ടാവാം മേ ബി, പക്ഷേ എങ്കിലും തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം ഭയങ്കരമായിരുന്നു. വീടെത്തുമ്പോൾ അവനെ വരവേൽക്കാൻ അവൻ്റെ സഹോദരിമാരുണ്ട്, സഹോദരി ഭർത്താക്കന്മാരുണ്ട്, അവരുടെ മക്കളുണ്ട്, എല്ലാ വലിയൊരു ഗ്രാമം തന്നെ അവനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്.